നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യൻ പ്രതിരോധ ഉപകരണങ്ങളുടെ ആവശ്യകത വർദ്ധിച്ചതായി കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കുകയാണ്. 2024 ലോക സൈനിക ചെലവ് $2.7 ലക്ഷം വർദ്ധിച്ചുവെന്നും ഇത് ഇന്ത്യക്ക് മുന്നിൽ തുറക്കുന്നത് വലിയ വിപണി സാധ്യതകളാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മുടെ സൈനികർ കാണിച്ച ധീരതയും ആഭ്യന്തര ഉപകരണങ്ങളുടെ ഉപയോഗ രീതിയും മറ്റു രാജ്യങ്ങളെ ആകർഷിക്കുന്നുണ്ട്. ലോകം നമ്മുടെ പ്രതിരോധ മേഖലയെ ഉറ്റുനോക്കുകയാണെന്ന് DRDO സംഘടിപ്പിച്ച കൺട്രോളേഴ്സ് കോൺഫറൻസിൽ രാജ്നാഥ് സിംഗ് ചൂണ്ടിക്കാട്ടി. ഇന്ത്യയുടെ പ്രതിരോധ ബഡ്ജറ്റ് ലോകത്തിലെ വിവിധ രാജ്യങ്ങളുടെ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തെക്കാൾ കൂടുതലാണ്. പൊതുജനങ്ങളുടെ വരുമാനത്തിന്റെ പ്രധാന ഭാഗം പ്രതിരോധ മന്ത്രാലയത്തിനായി നീക്കിവെക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തം വലുതാണ്. ചെലവ് വർദ്ധിക്കുക മാത്രമല്ല, ശരിയായ രീതിയിൽ വിനിയോഗിക്കുകയും വേണമെന്നാണ് പ്രതിരോധ മന്ത്രി പറയുന്നത്. ജം പോർട്ടലിൽ നിന്ന് മൂലധന സംഭരണത്തിന് അനുമതി നൽകാനുള്ള കൗൺസിലിന്റെ തീരുമാനത്തെ കേന്ദ്രമന്ത്രി പ്രശംസിച്ചു. ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലിൽ ആദ്യമായാണ് JM പോർട്ടലിൽ നിന്ന് മൂലധന സംഭരണത്തിന് അനുമതി നൽകുന്നത്. പ്രതിരോധ ഉദ്യോഗസ്ഥർക്കായി സമഗ്ര ശമ്പള സംവിധാനവും ഏകീകൃത ഡേറ്റാബേസ് മാനേജ്മെന്റ് വകുപ്പും പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ജൂലൈ 7 മുതൽ 9 വരെ ദില്ലിയിലെ DRDO ഭവനിൽ ഡോക്ടർ SK കോത്താരി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന കൺട്രോളർമാരുടെ സമ്മേളനം മന്ത്രി ഉദ്ഘാടനം ചെയ്തു. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൗഹാൻ, പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ്, സാമ്പത്തിക ഉപദേഷ്ടാവ് SG ദസ്തിദാർ, കൺട്രോൾ ജനറൽ ഓഫ് ഡിഫൻസ് അക്കൗണ്ട്സ് മയാങ്ക് ശർമ്മ എന്നിവർ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ഇന്ത്യയുടെ പ്രതിരോധ സാമ്പത്തിക ഘടനയുടെ ഭാവിയെല്ലാം രൂപപ്പെടുത്തുന്നതിനുള്ള ഒരു പ്രധാന വേദിയായി സമ്മേളനം മാറി. പ്രതിരോധ പരിഷ്കരണങ്ങൾ ആവിഷ്കരിക്കുന്ന വേദി കൂടിയാണിത്. DA, ശമ്പളം, പെൻഷൻ വിതരണം, ഓഡിറ്റ് എന്നിവയിലും നിർണായക പങ്ക് വഹിക്കുന്നു. പ്രതിരോധ സംഭരണത്തിനും അതോടൊപ്പം പേയ്മെന്റുകൾക്കുമായി പുതിയ സമ്പൂർണ്ണ AI അധിഷ്ഠിത സംവിധാനം നടപ്പിലാക്കിയിട്ടുണ്ട്. സ്പർശ് എന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം സേവനം 32 ലക്ഷത്തിലധികം പെൻഷൻകാർ ഉപയോഗിച്ചു. ഈ രക്ഷാ ആവാസിലൂടെ 500 കോടിയിലധികം വാടകയുടെ ഓട്ടോമേറ്റഡ് റിക്കവറിയും 2700 കോടിയിലധികം വാടക ബില്ലുകളും ഇടപാടുകളും നടക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.